ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഇന്ന് ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ വീഡിയോ ആണിത്. തലേന്നത്തെ മാത്രമല്ല, അതിൻ്റെ പിറ്റേന്നത്തെയും കൂടിയിട്ടുള്ള വീഡിയോ പകുതി എടുത്തതാണ്. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ടു. പിന്നെ അതിന് ശേഷം ഇതാ പിറ്റേ ദിവസം അവർ പള്ളിക്ക് പോകുന്ന വീഡിയോ ആണുള്ളത്, പെരുന്നാൾ പള്ളിക്ക്. അപ്പോൾ ഒരു നല്ല സ്പ്രേ ഉണ്ടായിന് ഹസ്ബൻഡിൻ്റെയാണ്. അപ്പോൾ അത് ഉപ്പാക്കെല്ലാം അടിച്ചു കൊടുത്ത് ചെറിയ ഐജി മോനിക്കും അടിച്ചു കൊടുത്തിട്ട് അങ്ങനെ അവർ പള്ളിയിലേക്ക് പറഞ്ഞേക്കലാന്ന്. ഇസും ബാപ്പയും കൂടി അങ്ങ് നാട്ടിൽ അഞ്ചരക്കണ്ടി പള്ളിയിലേക്കും ഐസിയും ഉപ്പയും ബ്രദറെല്ലാം കൂടിയിട്ട് നമ്മളെ നാട്ടിലെ പള്ളിയിലാണ് പോകുന്നത്. അപ്പോൾ ഐസി ഈദ് മുബാറക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ അവനെ ഉറക്കിലൊക്കെ എണീപ്പിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഓനൊന്ന് സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രദർ ഒന്ന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അവർ രണ്ടാളും കൂടി കാറിലങ്ങ് പോകാമെന്ന്. പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ വന്നപ്പോൾ ഇഷ്ടംപോലെ ജോലിയുണ്ട് കിച്ചണിൽ. അപ്പോൾ ബീഫ് ബിരിയാണിയും പിന്നെ സേമിയും പഴം കൊണ്ട് പായസമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫ് ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ സേമിയ പായസത്തിന് വേണ്ടിയിട്ട് പഴം പിന്നെ മുന്തിരിയും ഉണക്കമുന്തിരിയും കൂടിയിട്ട് നെയ്യിൽ നല്ലോണം സോൾട്ട് ചെയ്തിട്ട് അതിലേക്ക് നേരെ സേമിയ ഇട്ട് കൊടുത്തിട്ട് പാലും ഒഴിച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കലാണ്. എന്നിട്ട് ഒന്നും കൂടി പാൽ വയ്ക്കലാണ്. അതിൻ്റെ ഇടയിൽ പൂച്ച കരഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ടായിന് രാത്രിക്കത്തെയാണ്. അങ്ങനെ അത് കൊടുത്തു പൂച്ചക്ക്. അപ്പോൾ പെരുന്നാളല്ല, അപ്പോൾ ഇന്ന് നല്ല സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ കൊടുത്തു. പിന്നെ നേരെ മേലിലേക്ക് വന്നിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിന്. അതൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോഴേക്ക് ബ്രദറിൻ്റെ പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിന്. പിന്നെ നേരെ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് നേരെ ഞാൻ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ നേരെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞാൻ അഞ്ചരക്കണ്ടി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണിത്. അതിൻ്റെ ഇടയിലെല്ലാം വീഡിയോ എടുക്കാൻ കുറേ വിട്ടുപോയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ എവിടെയും പോയിട്ടില്ല. ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ വീട്ടിലും നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ ഈ പറഞ്ഞ പോലെ മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഇതാ മൾബറീൻ്റെ മരം ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ മൾബറീൻ്റെ കുറച്ചിട്ടൊക്കെ കഴിച്ച് അപ്പോൾ നിങ്ങൾക്കും വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ നേരത്തെ ഞാൻ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ടായിന്. പാറ്റ് കഞ്ഞി എന്ന് ഇവിടെ പറയാം. അതിൻ്റെ റെസിപ്പി ആണെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അതുണ്ടാക്കി. പിന്നെ ഇതാ മീൻ പൊരിച്ചത് മത്തി ഉണ്ടായി, മത്തി കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ മത്തി പൊരിച്ചു, മത്തി കറിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ മാങ്ങ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ മാങ്ങയൊക്കെ പൊറുക്കി വന്നു. പിന്നെ ഇതാ വേഗം തേങ്ങരച്ച കറി ഉണ്ടാക്കലാണ്. പിന്നെ ക്ലീനിങ് ഒക്കെ ഉണ്ടായിന്. അപ്പോൾ കഴിഞ്ഞു. പിന്നെ കപ്പ വെച്ചതുണ്ട്, കപ്പ ബിരിയാണിയില്ലേ അത് ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതന്നെ മീൻ കറിയും എല്ലാം ഉണ്ടാക്കിയിട്ട് ഉച്ചക്കേക്കുള്ള ഫുഡൊക്കെ ആക്കലാണ്. ചോറ് അപ്പുറത്തുനിന്ന് ഉമ്മ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്കൂൾ അടിച്ചുകൊണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഉണ്ടാകുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോവും. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് വൈകുന്നേരമായപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു മുള്ളഞ്ചക്ക കൊടുത്തയച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് അത് നമ്മൾ കഴിച്ചു. അപ്പോൾ കുറച്ച് വീഡിയോ ആയിട്ട് ഞാൻ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ഓക്കെ, ബൈ.